കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വാ മോളെ. സൗഭാഗ്യവതികളായ സ്ത്രീകളെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരുണ്ടല്ലേ ചടങ്ങ് നടക്കൂ. അതുവരെ മക്കൾ രണ്ടുപേരും ആ മുറിയിലേക്ക് ഇരുന്നോളൂ. ആ മാധവ, ചേച്ചിയും ചേട്ടനെ അകത്തോട്ട് വിളിച്ചോണ്ട് പോകും. ചേച്ചി, മാധവ, മച്ചാനെ. വേണ്ട, കള്ളിക്ക് ഈ കൊച്ചു കള്ളൻ കൂട്ട്. ഏതായാലും ചേച്ചിക്ക് ചേർന്ന അനിയൻ തന്നെ. ഞാൻ മിണ്ടാതിരുന്നത് പേടികൊണ്ടായിരുന്നു മച്ചാനെ. അയ്യോടാ, സാരമില്ലടാ. എന്തായാലും ഗംഭീരായിരുന്നു. ഈ മച്ചാന് വലിയ സന്തോഷമായി. നിങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതിനു വേണ്ടി മാത്രമാണല്ലോ. വളരെ നന്നായി. എന്താ ചേച്ചി പറ്റിയേ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചപ്പോ മച്ചാൻ സന്തോഷായിരിക്കുന്ന കരുതിയേ. എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? സന്തോഷമൊക്കെ തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളോടൊക്കെ ഇച്ചിരി ദേഷ്യം കൂടിയുണ്ട്. അത് മാറുന്നത് വരെ ഇങ്ങനെ ചില വട്ടൊക്കെ കാണിച്ചെന്നിരിക്കും. നീ അതൊന്നും കാര്യക്കണ്ട. വന്നേ. ശ്രേയ നിങ്ങളുടെ മരുമകളല്ല. നിങ്ങളുടെ ശരിക്കുള്ള മരുമകൾ ആരാണെന്നറിയാവോ? നീ എന്താ ഈ പറയുന്നത് ശേഖര? ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ കുടുംബത്തിനും ഈ വീടിനും എന്തിന്റെ ശാപക്കേടാണ്? അതൊന്നും മനസ്സിലാക്കിയേ തീരൂ. വിധിയാണെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. തൽക്കാലം ആരും കാണണ്ട. കണ്ടാൽ ഇങ്ങനെയൊരവസ്ഥയിൽ പുറത്തേക്ക് പോകാൻ അവർ വിലക്കും. വിനയ, എന്നെ ചേരം എടുത്തോണ്ട് വന്നേ. ഇപ്പൊ കൊണ്ടുവരാ ചേട്ടാ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കലർത്തി വെക്കുക കേട്ടോ. ആയിക്കോട്ടെ. കൊറേ ഭർത്താവുള്ള സൗഭാഗ്യവതികള് ഇവളുമാരെ ആരിങ്ങോട്ട് ക്ഷണിച്ചു?
ആ അനാഥപിണ്ടത്തിനെ അനുഗ്രഹിക്കാൻ ഇവളുമാരുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചടങ്ങ് മര്യാദയ്ക്ക് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിരിക്കും. എന്താ അമ്മ, എന്തെങ്കിലും വേണോ? ഏയ് ഒന്നുമില്ല, വെറുതെ വന്നതാ. കാര്യങ്ങൾ നടക്കട്ടെ. അതെ, മഞ്ഞൾ ഒരുപോലെ കലർത്തണം. ശരി. വരൂ ദശരഥ. ദാസേട്ടാ, 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 എവിടെ പോയതായിരിക്കും? മുറിന്ന് പുറത്തിറങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ദാസേട്ടാ, ആരോഗ്യം ഇതുവരെ മെച്ചപ്പെട്ടിട്ടില്ല, മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടുമില്ല. ഇങ്ങനൊരവസ്ഥയിൽ എന്ത് അത്യാവശ്യം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നേ? ഈ മുറിവിനേക്കാൾ കൂടുതൽ മനസ്സിനേറ്റ മുറിവിനാണ് ചികിത്സ വേണ്ടത്. മനസമാധാനത്തോടെ എനിക്ക് ആ മുറിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു പരിഹാരം തേടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ എന്താണ് നിന്റെ പ്രശ്നം? എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഗുരുക്കൾക്കറിയാത്തതല്ലോ. മൂത്ത മകന്റെ ജീവിതം ആ ചക്രക്കസേരയെ തളച്ചിട്ട പോലെയാ. ഇളയ മോന്റെ ജീവിതമെങ്കിലും ശരിയാവൂന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവന്റെ വിവാഹത്തിൽ പോലും ഇതുവരെ എന്തെല്ലാം പ്രശ്നങ്ങളാ. എനിക്കിങ്ങനെ ഒരു ആരോഗ്യക്ഷയം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നും അറിയില്ല. ഒന്ന് പുറത്തു വന്നപ്പോഴേക്കും എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്നും ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോ ആരെങ്കിലും എന്നോട് പക വീട്ടാൻ ശ്രമിച്ചതാണെന്ന് വിചാരിക്കാമെന്ന് വെച്ചാൽ അറ്റങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ടും ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. കൊട്ടാരം വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാ? എല്ലാവരെയും സഹായിക്കാൻ മാത്രമേ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ. ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടുമില്ല. എന്നിട്ടും ഞങ്ങളെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത്രയേറെ പരീക്ഷിക്കുന്നത് ഗുരുക്കളെ? ഇതിന്റെ ശരിക്കുള്ള കാരണം എന്താണ്? അതിനുള്ള പരിഹാരം എന്താണെന്നും കൂടെ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന ഓരോ സംഭവങ്ങൾക്കും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ദശരഥ. അതേപോലെ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾക്കും ഒരു സവിശേഷമായ കാരണമുണ്ട്.
അതിന്റെ പരിഹാരവും നിന്റെ കയ്യിൽ തന്നെയാണ്. അതെന്താണെന്ന് ഉപദേശിക്കുക ഗുരുക്കളെ. കാരണം എന്താണെന്ന് അറിയാൻ സാധിച്ചാൽ അതിന്റെ പരിഹാരവും ഞാൻ തന്നെ ചെയ്തോളാം. ദാസേട്ടാ, ദാസേട്ടാ, വിനയ, ദാസേട്ടാ, 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 എവിടെ പോയതായിരിക്കും? ഇവിടെ എങ്ങും ആളില്ലല്ലോ. ദാസേട്ടാ, ഗുരുക്കൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തോളാം. എന്നാ ഞാൻ ചെല്ലട്ടെ. ദീർഘായുസ്സായിരിക്കട്ടെ. ഓ, നീ തന്നെയായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ ശ്രേയനോ മറ്റോ പകരം കൊണ്ടിരുത്തുവോന്ന്. എന്ത് കഷ്ടായത്, വിളക്ക് നോക്കണ്ടായിരുന്നു. ഞാനത് കണ്ടില്ലായിരുന്നു ചേച്ചി. വിളക്കണഞ്ഞാൽ അപശകുനുമാ. വർത്താനം നിർത്തിയിട്ട് ഇത് നോക്ക്. കേറി വന്നപ്പോഴേ അഗ്നി പടർന്നതാ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ആൾമാറാട്ട കളി കളിച്ച് ആളുകളെ മുഴുവൻ പറ്റിക്കുന്ന പരിപാടിയല്ലേ. മോൻ എന്താ പറഞ്ഞേ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ചടങ്ങ് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ വൈദേഹിയോട് ചോദിക്കുമായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം മോനെ. ജനിച്ച വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് മകളെ അയക്കുമ്പോൾ അവിടെ അന്നത്തിന് മുട്ടുണ്ടാകാതിരിക്കാൻ സൗഭാഗ്യവതികളായ സ്ത്രീകളുടെ കൈകൊണ്ട് അരി പകർന്ന് മകളുടെ കയ്യിലേക്ക് കൊടുക്കും. എന്നുവെച്ചാ ഈ അരി അവിടേക്ക് കൊണ്ടുപോയിട്ട് ചോറുണ്ടാക്കി കഴിക്കണമെന്നാണോ പറയുന്നത്? അത് ഈശ്വര, ദേവിയുടെ വീണ്ടും തുടങ്ങിയല്ലോ. എന്ന് പറയരുത് മോനെ, ഇതൊക്കെ ഓരോ ആചാരങ്ങളല്ലേ. പണ്ടുള്ള ആളുകള് സുഖസമൃദ്ധമായൊരു ദാമ്പത്യ ജീവിതത്തിന്റെ പ്രതീകമായിട്ട് ഉണ്ടാക്കിയ ആചാരങ്ങളാ ഇതൊക്കെ. എത്രയും പെട്ടെന്ന് സന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്നുള്ള ആശീർവാദത്തോടെ തരുന്ന അരിയാ ഇത്. എന്നാ ചടങ്ങ് തുടങ്ങല്ലേ? നിങ്ങൾ അവിടെ ഒന്ന് നിന്നേ. നിങ്ങൾക്കൊക്കെ എന്തറിയാന്നാ? ആദ്യം ഭഗവാന് നാളികേരം ഉടയ്ക്കണം, എന്നിട്ടല്ലേ ചടങ്ങ് തുടങ്ങുക. ശരിയാണല്ലോ, അക്കാര്യം വിട്ടുപോയി. ആ, എന്നാ ചെല്ല, അതാദ്യം ചെയ്യ. അയ്യോ, ദാസേട്ടാ, ദാസേട്ടന്റെ മുറി കാണാതായപ്പോ ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ആരോട് പറയാതെ എവിടെ പോയതേട്ടൻ? അതിന് ഞാൻ എങ്ങോട്ട് പോകാനാ കൗസല്യേ?
ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതല്ലേ. സുഖമില്ലാത്ത മനുഷ്യനാ, ഒറ്റയ്ക്ക് എങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. മതി കാറ്റ് കൊണ്ടത്, വന്നേ. ആ ആ കൗസല്യേ, എന്റെ ദാസേട്ടൻ ആലോചിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല കൗസല്യേ. ഒന്നും ആലോചിക്കാതെ സമാധാനായിട്ടിരിക്കും. അയ്യോ, ഇതെന്താ ഈ കാണുന്നേ? നാളികേരം ചീഞ്ഞതാണല്ലോ. കുറച്ചു മുമ്പേ തീ പടർന്നതേ അപശകുനം വേണ്ടാ. എന്നിട്ട് ഇവിടെ ആരെങ്കിലും കേട്ടോ? ഇപ്പൊ എന്തു പറയുന്നു രാമ? അടുത്ത ദുർനിമിത്തം കാണിച്ചു തന്നിരിക്കുക. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ടോളണം. അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കഷ്ടകാലങ്ങളാണോ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഇന്ന് തീരുമാനിച്ച മുഹൂർത്തത്തിന് എന്തോ പ്രശ്നമുണ്ട്. നല്ലൊരു മുഹൂർത്തം വീണ്ടും തീരുമാനിച്ച് പിന്നാക്കാന്ന് പറഞ്ഞ ആരെങ്കിലും കേക്കണ്ടേ? ഇനി എന്തിനാ നിൽക്കുന്ന? എല്ലാരും പോവാൻ നോക്ക്. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? മൂത്തവര് പറയുന്നത് നമ്മൾ കണക്കിലെടുക്കണ്ടേ അച്ഛാ? അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല. നിമിത്തമൊന്നും ശരിയല്ല. അങ്ങനെ പറയല്ലേ മോനെ. രാമ, നിനക്കിപ്പോ എന്തിന്റെ കേടാ? ഇന്നു വരെ നമ്മുടെ വീട്ടില് ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ തീ കത്തിയിട്ടുണ്ടോടാ? നല്ല നേരം നോക്കി വീട്ടിലേക്ക് കാല് കുത്തിയതും അപശകുനങ്ങളും തുടങ്ങി. അതും ശരിയാ. ദേവേട്ടാ, നിമിത്തങ്ങളൊന്നും ശരിയല്ലാന്ന് നമ്മളും കണ്ടതല്ലേ. മോനെ, നീ ആ നാളികേരം ഒന്ന് നോക്കിയേ. ഇതുപോലെ കറുത്ത് ചീഞ്ഞ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാം ദുർനിമിത്തങ്ങളാ. ഈ വൈദേഹിയുടെ കല്യാണം തീരുമാനിച്ചപ്പോ തൊട്ട് എല്ലാം ഇങ്ങനെ തന്നെയാ. തൊടുന്നതെല്ലാം അപശകുനാ. ഈ ഒരു കല്യാണം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ദേ ഒടുവില് എന്റെ ശ്രേയമോൾ എവിടെ പോയെന്ന് ഒരു പിടി ഇല്ലാതായിരിക്കുക. അമ്മേ, ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നേ? അതെന്താടാ അങ്ങനെ ചോദിച്ചേ? എന്റെ മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്തായിരുന്നടാ കാരണം? ഇങ്ങനെ ഒരു കല്യാണം ആയിരുന്നില്ലേ? മുത്തശ്ശി പറഞ്ഞു തീർക്കട്ടെ അച്ഛാ. ഇപ്പഴാ മുത്തശ്ശി ശരിക്കുള്ള പോയിന്റിലേക്ക് എത്തിയത്. രാമ, ഇതൊന്നും ഇപ്പം നടത്താൻ നിക്കണ്ട. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോണത്. ഇതൊന്നും ഇപ്പൊ നടത്തിയില്ലെങ്കിൽ എന്താ? വേണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആലോചിക്കാം. നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നേ ഉള്ളൂ. ഇനി ഇവളുടെ പേരിൽ വേണ്ടാത്തൊന്നും വലിച്ച് തലയിൽ വെക്കണ്ട. അത് ശരിയാ മുത്തശ്ശി. വേണ്ടാത്ത എന്തിനടുത്ത് തല വെക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ തന്നെ നിന്നാ വേറെ വലിയ അപകടം വല്ലതും ഉണ്ടായാലോ? അപ്പൊ വൈദേഹി, നമുക്ക് പോവാൻ വാ. അരുത് മോനെ. പിന്നല്ലാതെ എന്താ അച്ഛാ? ചടങ്ങുകളിലൊക്കെ എന്തിരിക്കുന്നു? ഇതൊക്കെ നമ്മുടെ സൗകര്യമല്ല അച്ഛാ. ഇതില്ലെങ്കിലും ജീവിക്കും. ഇനിയെങ്ങാനും ഇതിന്റെ പേരിൽ വേണ്ടാത്തത് വല്ലതും ഉണ്ടായാൽ സഹിക്കാൻ പറ്റുമോ നമുക്ക്? മുത്തശ്ശിക്കാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തുടങ്ങിയ വിഷമാ. അച്ഛൻ അതല്ലേ മനസ്സിലാക്കണ്ടേ?
നീ ഇങ്ങ് വാ വൈദേഹി. വാ വൈദേഹി. ദേവേട്ടാ, മച്ചാനെ എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നു. പിന്നല്ലാതെ എന്റെ ശ്രേയമോളെ പെരുവഴിയിലാക്കിയിട്ട് നീ ആഘോഷിക്കാനോ? അനാഥ പിണ്ഡം. അതെ മുത്തശ്ശി, ഒരു സംശയം. ആഫ്റ്റർ ഓൾ ഒരു നാളികേരല്ലേ ചീഞ്ഞു പോയത്. അതങ്ങെടുത്ത് മാറ്റി വെച്ചിട്ട് വേറൊരു നാളികേരം എടുത്താ ഈ കാര്യം അങ്ങ് തീർന്നില്ലേ? അതൊന്നും ശരിയായെന്ന് വരില്ല മോനെ. എന്തോ ആദ്യത്തെ വട്ടം കിട്ടുന്നതാണ് ശരി. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇളയ മോളോടൊപ്പം എന്റെ കല്യാണം തീരുമാനിച്ച് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതും ഉടനെ അച്ഛൻ എന്താ ചെയ്തത്? മൂത്ത മോള് വൈദേഹിയോടൊപ്പം എന്റെ കല്യാണം ഉറപ്പിച്ചു. അതും തെറ്റല്ലേ മുത്തശ്ശി? എന്താ? തെറ്റ് തന്നെയാ മോനെ. പക്ഷേ എന്റെ കല്യാണം നടന്നത് ശ്രേയോടൊപ്പം ആയിരുന്നില്ലല്ലോ. അല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാലേ, എന്റെ കല്യാണത്തിന് ഞാൻ താലി കെട്ടിയത് വൈദേഹിയുടെ കഴുത്തില്. അവക്ക് പകരമായിട്ട് നിങ്ങളെല്ലാരും കൂടെ ശ്രേയെ എന്റെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇപ്പൊ ശ്രേയ ഇറങ്ങിപ്പോയപ്പോ വൈദേഹി അവിടെ പകരക്കാരിയായിട്ട് വീണ്ടും വെച്ചു. എന്റെ ജീവിതത്തിൽ തന്നെ ഒരാൾക്ക് പകരം മറ്റൊരാളെ മാറ്റി മാറ്റി വെക്കുകയായിരുന്നല്ലോ. അപ്പൊ ഈ ചടങ്ങിൽ നമുക്ക് ആ പതിവ് അങ്ങ് തുടർന്നു പോയിക്കൂടെ? ഈ തേങ്ങയ്ക്ക് വരും വേറൊരു തേങ്ങ അങ്ങ് വെച്ചാ പോരെ? എന്റെ അമ്മോ, എന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് ചെറുക്കം മലക്കം മറിഞ്ഞു കളഞ്ഞല്ലോ. പോടാ പിശാചേ. ദേവൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇത് വേറൊരു ചടങ്ങല്ലേ? ഈ ചീഞ്ഞ നാളികേരം വീട് വിട്ട് ഇറങ്ങിപ്പോയ അതിന്റെ ശ്രേയയ്ക്ക് സമോ എന്നുവെച്ചാ അത് കണക്കിലെടുക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങള് വേറൊരു നാളികേരം എടുത്തോളൂ. ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ദേവേട്ടാ? നോക്കിക്കേ, അച്ഛനാ ഇതിപ്പോ വല്ലാണ്ട് വിഷമായത്. പറയേണ്ടത് പറയേണ്ട സമയത്ത് നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു.